സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങളും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹിമയ്ക്കായി പ്രയോജനപ്പെടുവാൻ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിനെ ഉയർത്തി കാണിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസല്ലായിരിക്കാം. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Gospel of John chapter 1 verse 1 to 4. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 14-ാമത്തെ വാക്യം കൂടെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. മതി. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിൽ അനേക ആത്മീക സത്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരുവാനുണ്ട്. അവയെല്ലാം വെളിപ്പെടുത്തരുവാൻ ദൈവം വിശ്വസ്തനായി വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ 2 പ്രധാന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സുവിശേഷത്തെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ദ ഗോസ്പൽ ഓഫ് സൈൻ. രണ്ടാമതായിട്ട് ഈ സുവിശേഷത്തെ ദ ഗോസ്പൽ ഓഫ് ഐ ആം സെയിങ്സ്, ഞാനാകുന്നവൻ എന്ന പരിചയപ്പെടുത്തൽ. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട കാതലായ സത്യം. 2 important significance of this gospel is, one is the 7 signs, or this gospel is called the gospel of sign. Second one is the gospel of I am saying, the Messiah himself identifying that he is the Messiah. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാൽ ഈ സുവിശേഷം എക്കാലത്തും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന 2-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ 7 അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. 7 चमत्कार इसमें जो दिया गया, चिन्ह. इसलिए ये सुसमाचार को चिन्हों की सुसमाचार कहा करती. അത്ഭുതങ്ങളുടെ സുവിശേഷം, അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഞാനാകുന്നവൻ എന്നുള്ള 7 അവകാശങ്ങളും ഈ സുവിശേഷത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സുവിശേഷം വളരെ പ്രാധാന്യമർഹിക്കുന്ന സുവിശേഷമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്നതിനാൽ 2-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 9-ാം അധ്യായം, ഈ അധ്യായങ്ങളിലെല്ലാം കർത്താവിന്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ഇത്ര വളരെ പ്രാധാന്യം നൽകുന്നത്? ഈ സുവിശേഷം വളരെ പ്രാധാന്യം നൽകുവാനുള്ള പ്രധാന കാരണം, ഇതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു അവൻ മശിഹയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. He himself is made them to know that he is the Messiah. അവൻ മശിഹയാണെന്നുള്ള കാര്യമാണ്. നാം ഇന്ന് ആ വിഷയത്തിന്റെ മുഖവുരയായ ചില കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ആ വിഷയം വ്യക്തമാക്കി നമ്മെ അറിയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായി. ദൈവത്തിന്റെ വചനത്തെ
കാര്യങ്ങൾ കൊണ്ട് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. There are 3 ways the word നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം എന്താണെന്ന് നമ്മെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവവചനത്തിന്റെ സനാതനത്വം ഓർ ദി ഇറ്റേണിറ്റി ഓഫ് ദ വേർഡ്. परमेश्वर की वचन सनातन परमेश्वर अनादिकाल से अनादिकाल तक there is no beginning and there is no end of this word. ഈ വചനത്തിന് ആദിയോ അന്തമോ ഇല്ലാത്തതാണ്. ഈ വചനത്തിന് ആദിയില്ല, അന്തവുമില്ല. ആദി അന്തമറ്റതായ ദൈവത്തിന്റെ വചനം, പരമേശ്വർ की वचन സനാതന. വെളിപ്പാട് പുസ്തകം നാം ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 11. ഈ ലേഖകൻ തന്നെ അത് പറയുന്നത് ഇങ്ങനെയാണ്, ये लेखक स्वयं इस प्रकार परिचित कराते, ഞാൻ ആദി ആൽഫയും ഒമേഗയുമാകുന്നു. വെളിപ്പാട് പുസ്തകം 1:11 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 8-ാമത്തെ വാക്യമാണ്. 8 വേഴ്സ്, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 8 very clearly explicitly explain that this word Jesus he is the first and the last. അവൻ ആദിയും അന്തവുമാകുന്നു. प्रभु यीशु आदि और अंत, इसका मतलब क्या है? सो ഈ വചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവം ഒരു സമയസീമ വെച്ചിരുന്നു. അതിനെയാണ് ഗലാത്യ ലേഖനം ഗലാത്യോങ്കി പത്രി ചൗഥ്യ അധ്യായം 4-ാം അധ്യായത്തിൽ in the book of Galatians chapter 4 6-ാമത്തെ വാക്യത്തിൽ അതിന് പറയുന്ന പേരാണ് കാലത്തികമെന്ന്. सनातन वचन अनादिकाल से परमेश्वर की साथ रखा हुआ वचन, നിത്യതയിൽ ആദിയായിരുന്ന ദൈവവചനം, സനാതന ദൈവവചനം ഒരു സമയമായപ്പോൾ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യം 14th വേഴ്സ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ്. 14-ാമത്തെ വാക്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാക്യമാണ്. വേഴ്സ് 14, the word became flesh, full of grace and truth dwell among us. We beheld his glory, the glory of the only begotten. ഞങ്ങൾ അവന്റെ തേജസ്, हम उनकी जलाली, हम उनकी महिमा पिता की एकलौते के रूप में देखा है. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെ കുറിച്ച് ഹിസ്റ്റോറിക്കലി അപ്പോസ്റ്റൽ പീറ്റർ ഇൻ ഹിസ് എപ്പിസ്റ്റൽ, അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹിമ നിർമ്മിത കഥകളെ കൊണ്ടല്ല, പിന്നെയോ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ
ശക്തിയും ആ പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ആ 2 Peter chapter 1 verse 16 അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തി, हमारे खुदावंद यीशु मसीह का सामर्थ, the power of the immeasurable power and the majesty of the Lord Jesus. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. It is a historical landmark in the life of the apostles. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ ഒരു ലാൻഡ് മാർക്ക് ആയിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും മറുമലയിൽ വെച്ച് കണ്ടത്. यीशु मसीह के साधारण व्यक्ति के रूप में उनके साथ रहा. साधारण व्यक्ति के नाई भूखा प्यासा, साधारण व्यक्ति के नाई चलते रहा. അവരൊരു സാധാരണ മനുഷ്യനായി ജീവിച്ച് സഞ്ചരിച്ച് അവരുടെ കൂടെ ആഹാരം കഴിച്ച് ദാഹിച്ചവനായി, വിശന്നവനായി, ക്ഷീണിച്ചവനായി ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അവർ ഒരു ദിവസം മറുമലയിൽ ചെന്നപ്പോൾ when they were with Jesus on the Mount Transfiguration, അവർ ആ മറുമലയിൽ ചെന്നപ്പോൾ അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും, मत्ती, मार्क, लूक, यूहन्ना, ये तीनों सुसमाचार ये बात को हमारे सामने वर्णन करते हैं. ഇവർ മൂന്നുപേരും മൂന്ന് സുവിശേഷകന്മാരും they are not writing a biographical incident of Jesus, but they are speaking about the important incidents through their life by Jesus Christ. അവർ ഒരു ചരിത്രം എഴുതുകയോ ബയോഗ്രഫി എഴുതുകയോ മാത്രമല്ല ചെയ്തത്, അവരുടെ ജീവിതത്തിലൂടെ മശിഹ ദ വേർഡ്, मसीह प्रभु यीशु मसीह सनातन खुदावन, सनातन परमेश्वर, अनादिकाल से विराजमान खुदावन ജീവിച്ചിരുന്നവനായി ദൈവവചനത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അവരാതാണ് സുവിശേഷങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്നത്. പൗലോസ് പല കാര്യങ്ങൾ പോസ്റ്റൽ പോൾ he wrote many portraits about Jesus. അപ്പോസ്തലനായ പൗലോസ് യേശുവിന്റെ ജീവചരിത്രത്തിന്റെ ഒരുപാട് മുഖചിത്രങ്ങൾ, പോർട്രേറ്റുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു. അതാണ് പൗലോസ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ गलातियों की पत्री 3री अध्याय की पहली आयत में ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. You see that Paul, when he tries to show Jesus portrait in the church of Galatia, गलेशिया की कलीसिया में प्रभु यीशु मसीह की एक मुख्य चित्र बनाने की कोशिश करते समय यीशु मसीह का क्रूशीकरण और उनके सामने चित्र के रूप में प्रकट किया है. ഗലാത്യ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാണിച്ചത് ക്രൂശിൽ മരിച്ച, നിസ്സഹായനായി ക്രൂശിൽ മരിച്ച യേശുവിനെയാണ് കാണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ദ ഗോസ്പൽ ഓഫ് ജോൺ, यूहन्ना की सुसमाचार में प्रभु यीशु मसीह का 21 चित्र हम देख सकता है. 21 ചിത്രങ്ങളാണ്
ഓരോ അധ്യായങ്ങളിലും യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ John is showing the picture of three important factors. 3 കാര്യങ്ങളാണ് ഒന്നാം അധ്യായത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത് he is the word. ഒന്നാമത് അവൻ വചനമാണ്. He is the eternal word. അവൻ സനാതന വചനമാണ്. അത് 6 കാര്യങ്ങളിലൂടെയാണ്. മോർ ദാൻ 6 matters 6 बातों की द्वारा हमारे सामने प्रस्तुत करते. രണ്ടാമത്തെ കാര്യം ജീസസ് ഈസ് ദ ലൈറ്റ്. യേശു പ്രകാശമാണ്. ജ്യോതി ചിറാഗ്. കർത്താവ് വെളിച്ചമാണ്. മൂന്നാമതായി കാണിക്കുന്ന 1-ാം അധ്യായത്തിൽ ഹി ഈസ് ദ ലൈഫ്. അവൻ ജീവൻ വെളിപ്പെട്ടു. ഈ 3 കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. और ये 3 बात को एक निचोड़ हमारे सामने 29 वर्ष में 29-ാമത്തെ വാക്യത്തിൽ ഇത് 3ഉം കൂടെ ചേർന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. തന്റെ അടുക്കൽ വരുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപൻ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Here is the Lamb of God which taketh away the sin of the whole world. ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കർത്താവ്. इस दुनिया की पाप की बोझ उठाने वाला हमारे खुदावंद यीशु मसीह. അസീസോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ മനുഷ്യരാശിയുടെ പാപത്തെ ചുമക്കുന്നു എന്ന കാര്യം പരിചയപ്പെടുത്തിയത് 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. मेरे पीछे एक पुरुष आ रहा है. A person, a man is coming after me. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ പറയുകയാണ്, this is he of whom I said. ഞാൻ പറഞ്ഞില്ലയോ ഞാൻ മശിഹയല്ല, എന്നാൽ എന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്. somebody is coming after me. एक व्यक्ति मेरे पीछे आ रहा है, वो सनातन पुरुष. बाइबल में और प्रत्येक रूप से सारे वेद में എല്ലാ വേദങ്ങളിലും ഒരു പുരുഷനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. It is mentioned about a man, but the people are not in a position to recognize this man. പക്ഷേ ഈ മനുഷ്യനെ, ഈ പുരുഷനെ ലോകം തിരിച്ചറിയാൻ കഴിയാതിരിക്കുക. ഇത് അവന്റെ ജനനത്തിൽ ചിലർ തിരിച്ചറിഞ്ഞു. പേർഷ്യയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ യേശുവിന്റെ ജനനത്തിൽ विद्वानमार ज्योतिषी लोग दूर देश से उनको मिलने को आया था. अजीजों, हम याद रखना आगे जो लिखा है 30-ാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, after me comes a man who has a priority over me, who takes rank above me, because he was before me and existed before I did.
മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ എനിക്ക് മുമ്പനായിരുന്നു, അതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു. He was before me. പക്ഷെ ഞാനോ അവനെ അറിഞ്ഞില്ല. I did not recognize Jesus. വേദപുസ്തകത്തിൽ പറയപ്പെട്ട ഈ യേശുവിനെ നമുക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ച് അതിപ്രധാന ഘടകം. पवित्र शास्त्र में जो लिखा हुआ यीशु मसीह को पहचानना सुसमाचार में हमारे सामने प्रस्तुत किया गया. സുവിശേഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ യേശുവിനെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ലേഖകരുടെ അതിപ്രധാന ഘടകം. सुसमाचार की लेखक किस बात के लिए यीशु मसीह के बारे में ये बताया गया है? എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? ബിക്കോസ് നാം യേശുവിനെ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ in the Gospel of John chapter 1, 3 ways we have to recognize Jesus. 3 കാര്യത്തിലാണ് യേശുവിനെ നാം തിരിച്ചറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഹി ഈസ് ദ വേർഡ്. വചനം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്ന 3 കാര്യങ്ങളാണ് ദ വേർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളുടെ വായിക്കുന്ന ഇങ്ങനെയാണ്: എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. എബ്രാനിയോं की पत्री पहले अध्याय की पहले से 3 तक. അവിടെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്: വചനത്തെ കുറിച്ച് 3-ാം വാക്യത്തിൽ എബ്രായ ലേഖനകർത്താവ് അവനവന്റെ തേജസ്സിന്റെ പ്രഭയും ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു. So the word who is upholding everything. വചനത്തെ കുറിച്ച് അവിടെ പറയുന്നത് വചനം സകലത്തെയും വഹിക്കുന്നതാണ്. സകലവും അവൻ സൃഷ്ടിച്ചതാണ്. സാരേ, everything created by him. Everything is upholding by him. സാരേ, everything is upholding. Everything is created and everything is created for him and everything is created by him. കൊലോസ്യ ലേഖനം 1:16 വായിക്കുന്ന ഇങ്ങനെയാണ്: കൊലോഷ്യൻ ചാപ്റ്റർ 1:16. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, വായിച്ചേ: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായത് അദൃശ്യമായത് സിംഹാസനങ്ങളാകട്ടെ for him and by him. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവ് തന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടത് എവരി ബീയിങ്, എവരി നോൺ ബീയിങ്, എല്ലാ ഉണ്മയും എല്ലാ കാര്യങ്ങളും വചനത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വേർഡ് ഈസ് നോട്ട് ജസ്റ്റ് എ കമ്മ്യൂണിക്കേഷൻ. വചനം എന്നതുകൊണ്ട് വാക്കല്ല, അതൊരു കമ്മ്യൂണിക്കേറ്റീവ് മാത്രമല്ല. വചനത്താലാണ് സകലവും നിലനിൽക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉണ്ടായി, ഉളവായി. സകലവും നിലനിൽക്കുന്നതും ഈ വചനത്തിന്റെ ശക്തിയിലാണ്. എബ്രായ ലേഖനകർത്താവ് അതാ പറയുന്ന സകലവും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. ഈ വചനമില്ലെങ്കിൽ ലോകത്തിലൊരു വസ്തുവിനും നിലനിൽപ്പില്ല.
If the word is not holding the things, then there is no existence. अगर परमेश्वर की वचन, the word is not holding, പ്രിയരെ, നാം കാണുന്ന ഈ പ്രപഞ്ചവും ദൃശ്യവും അദൃശ്യമായിരിക്കുന്ന സകലതും ദൈവത്തിന്റെ വചനത്താലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, വെള്ളത്തിൽ നിന്നും വചനത്താൽ ഉളവായി എന്നും ഭൂമിയും അതിന്റെ ആകാശവും വെള്ളത്തിൽ നിന്ന് ഉളവായെന്നും ദൈവത്തിന്റെ വചനത്താൽ. വേഴ്സ് 5, 2 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 5. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ആകാശവും ദൈവത്തിന്റെ വചനത്താലുണ്ടായി. By the word the heavens and the earth were created. എന്നാൽ വചനം ഇല്ലാതിരുന്ന ഒരു കാലമില്ലായിരുന്നു. But there is not a time that the word was not existed. वचन की अस्तित्व नहीं, ऐसा एक समय नहीं था. അനാദി കാലത്ത് ദൈവം ഈ വചനം, യേശു ക്രിസ്തുവായിരുന്ന ഈ വചനം പിതാവിനോട് കൂടെയായി. സദൃശവാക്യങ്ങളുടെ പുസ്തകം നീതിവചൻ പ്രോവർബ്സ് ചാപ്റ്റർ 8 verse 22 onwards. This word is a wisdom of God. He was with God. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യത്തിൽ ഈ വചനത്തെ ഒരു ജ്ഞാനമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. പണ്ടേ വഴിയുടെ ആരംഭമായി തന്റെ പ്രവർത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. You see that the word wisdom, വേദപുസ്തകത്തിൽ വചനത്തെ ജ്ഞാനമായി. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളുടെയും നിലനിൽപ്പ് വചനത്തിലാണ്. വചനത്തിലേക്ക് നാം മടങ്ങി വരണം. പക്ഷേ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അടുത്തതായി വചനം ഒരു ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. 14-ാമത്തെ വാക്യം അതാ പറയുന്നത്. വേഴ്സ് 14 അതാ പറയുന്നത്, ഇത് മനുഷ്യർക്ക് പണ്ട് മനുഷ്യരോട് സംസാരിച്ചിരുന്നു. ഭൂതകാൽ में और किस प्रकार मनुष्यों से बात करते थे. എങ്ങനെയാണ് മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? അന്ന് മനുഷ്യരോട് സംസാരിച്ച കാര്യങ്ങളാണ് ഈ 1-ാം അധ്യായത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരോട് സംസാരിച്ചു. ആദ്യം മുതൽ ഈ വചനം സംസാരിച്ചു. അതെങ്ങനെയൊക്കെയാണ്? ജീവനായി, വെളിച്ചമായി ഒക്കെ അങ്ങ് വെളിപ്പെട്ടു. ഈ വചനം ജീവനായി വെളിപ്പെട്ടു, വെളിച്ചമായി വെളിപ്പെട്ടു. ജീവൻ, ലൈറ്റ് ആൻഡ് ജീവൻ ഓർ ലൈഫ്, ഈ 2 തരത്തിലാണ് വെളിപ്പെട്ട. 5-ാം വാക്യത്തിൽ 4-ലും 5-ലും വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്ന വചനം, നൗ ഐ ആം സ്പീക്കിംഗ് ദ വേർഡ്. ഇറ്റ് ഹാസ് എ ലൈഫ് സ്പിരിറ്റ്. ഈ വചനം വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവാകുന്ന വചനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അവനെ കുറിച്ച് കേൾക്കുമ്പോൾ, അവനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ जीवन ഉണ്ടാകുകയാണ്. हमारे अंदर जीवन उत्पन्न होता है, हमारे अंदर जीवन दे देता है, मरे हुए अवस्था से जीवन में लाएगा, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും
എല്ലാ കാലഘട്ടത്തിലും അവരുടെ അകത്ത് ജീവന്റെ തുടിപ്പുണ്ടാകുവാനിടയായി, അവരുടെ അകത്ത് പ്രത്യാശ ഉളവാക്കുവാനിടയായി തീരും. നിരാശകളുടെ മുഖം മാറുവാനിടയായി രോഗത്തിന്റെ ശക്തികൾ മാറുവാനിടയായി बीमारी आपको मरेंगे करके बोलेगा, मगर वचन आपके जीवन को बोले ना मरेगा, तुम्हें जीवन दे देगा. When the world will say you will die, but when you hear the word says you will live. When the world will say you are disappointed, but the word will say you have a hope. ലോകം നിങ്ങളോട് നിരാശ പറയുമ്പോൾ ദൈവത്തിന് വനം ആശ തരുന്നു. ലോകം നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ വചനം നമുക്ക് ജീവൻ തരുന്നതാണ്. അടുത്ത ഭാഗം വായിക്കുന്നത് 8-9 വാക്യത്തിൽ വായിക്കുന്ന, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ വെളിച്ചമായിരുന്നു, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവൻ അത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. इस दुनिया में जितने लोग एनलाइटमेंट प्राप्त होना चाहते हैं, ലോകത്തിൽ ആരൊക്കെ എൻലൈറ്റ്മെന്റ്, അവർ പ്രകാശം ധരിക്കുവാൻ പ്രാപിക്കുവാൻ, അകത്ത് പ്രകാശം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്കെല്ലാം ഈ വെളിച്ചം ഉണ്ടായിരുന്നു. ഇബ്രാഹിലേഖനകർത്താവ് 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ഒണ്ടേ എൻലൈറ്റൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഏക് ബാർ ജ്യോതി പായ एनलाइटमेंट. व्हाट यू मीन बाय एनलाइटमेंट? हमारे अंदर की अंधेरा दूर हो जाती है, अंदर रोशनी पाते हैं. നമ്മുടെ പുറമേ ഉള്ള വെളിച്ചമാണ് കണ്ണ്, അതുപോലെ നമ്മുടെ അകത്തൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് യേശു ക്രിസ്തു. നമ്മുടെ അകത്തൊരു വെളിച്ചമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൈവം വിളക്ക് വെച്ചിട്ടുണ്ട്. അതിന് പറയുന്ന സ്പിരിറ്റ് എന്നാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പ്രോവർബ്സ് ചാപ്റ്റർ 20 വേഴ്സ് 27 ഇങ്ങനെ കൊടുക്കുന്നു, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. हमारे अंदर परमेश्वर ने एक ज्योति दिया गया है, स्पिरिट. But if there is no light in us, Jesus Christ is not in us, our spirit बुझ जाती. നമ്മുടെ അകത്ത് യേശുവാകുന്ന വെളിച്ചമില്ല എങ്കിൽ പ്രിയരെ, സ്പിരിറ്റ് ഇരുട്ടിലായി പോകും. ദൈവം നമ്മുടെ അകത്ത് കാണേണ്ടതിനെ കാണുവാനും, കാണേണ്ട വഴിയിലൂടെ നടക്കേണ്ട വഴിയിലൂടെ നടക്കുവാനും ഒരു ദീപത്തെയും കത്തിച്ചു. അതിന്റെ പേരാണ് സ്പിരിറ്റ്. പക്ഷെ അത് യേശു ക്രിസ്തുവില്ലെങ്കിൽ ഇരുണ്ടുപോകും. If Jesus is not in us, this light will be darkened. ഇതിനെ തപ്പിയാണ് തത്വശാസ്ത്രജ്ഞന്മാരൊക്കെ നടന്നത്. इसको ढूंढ के दुनिया की तत्वशास्त्र फिलोसफर्स चलते रहा. അവർക്കാർക്കും ലഭിക്കാത്ത എളിയവരാ എനിക്കും നിങ്ങൾക്കും ലഭിച്ചു. उनमें से किसी को नहीं मिला. Nobody got this light. But Jesus came to me. The light Jesus came to me. Not only he came to me and he has given me life. അവൻ കേവലം അവൻ വരിക മാത്രമല്ല, അവൻ എനിക്ക് ജീവൻ നൽകി. അങ്ങനെ ഞാൻ ജീവനുള്ള ദേഹിയായി മാറി. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്. അതിന്റെ 12-ാമത്തെ വാക്യമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഈ അധ്യായത്തിലെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു.
ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, while I am speaking to you, it is not my word, it is the word of the Lord. ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവത്തിനവൻ നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ, നിങ്ങൾ അതിനെ ജീവനായും വെളിച്ചമായും സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവമാണ്, പൊസിഷനാണ് ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ നിങ്ങളും യേശുവിന്റെ ഈ വചനത്തെ കൈക്കൊള്ളുമ്പോൾ, when you and me receive this word, we got an authority that I am the child of God, I am the son of God, I am the daughter of God, I have an authority. എനിക്കൊരു അതോറിറ്റി ഉണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളത്. ആദിയിൽ വചനമായി വെളിപ്പെട്ട ഈ വലിയ പ്രകാശം പ്രിയരെ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കുവാനിടയാകട്ടെ. അസീസോ ഹമാരെ അന്തരെ ജ്യോതി, this light may enlighten in us. Many a times we are not able to pursue this light, so that we are in disappointment. പല പ്രാവശ്യം നമ്മൾ ഈ പ്രകാശത്തെ അലക്ഷ്യമാക്കിയത് കൊണ്ട് പലപ്പോഴും നാം ഇരുട്ടിലൂടെ യാത്ര ചെയ്യേണ്ടതായി വന്നു. और ये लाइट, ये वर्ड, ये जीवन, ये तीनों को एक पुरुष में समेट कर दिया. ഈ ജീവനെയും ഈ വെളിച്ചത്തെയും ഈ വചനത്തെയും ഒരു പുരുഷനായിട്ട് യോഹന്നാൻ പറയുകയാണ്. He is a man. അതല്ലേ 15-ാമത്തെ വാക്യം. യോഹന്നാൻ അവനെ കുറിച്ച് യോഹന്നാൻ അവനെ കുറിച്ച് ജോൺ giving the testimony about this light, this word and this life. ഇത് മൂന്നും കൂടെ സമ്മേളിക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. He is introducing a word, a person. ആരാണ്? എൻ്റെ പിന്നാലെ വരുന്നവൻ, one who is coming after me. He is before me. ഇവൻ തന്നെ. അവനെ കുറിച്ച് 30th വേഴ്സിൽ പറയുന്നു. വേഴ്സ് 30, 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? എന്റെ പിന്നാലെ ഒരു പുരുഷൻ. He is a person. He is a person. Second time he is before me. കണ്ടോ, അതൊരു വ്യക്തിയാണ്, ഒരു ശക്തി അല്ല. परमेश्वर की शक्ति, परमेश्वर की सामर्थ, परमेश्वर की वचन, परमेश्वर का जीवन, परमेश्वर की ज्योति, ये सब कुछ समेट लिया. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ജീവൻ, ഇതെല്ലാം കൂടെ നിലനിൽക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. അവനെ ഒരു പേഴ്സണായി നമ്മുടെ മുമ്പിൽ കാണിക്കുക. ഈ കർത്താവിനെ അറിയുവാൻ നമുക്ക് ലഭിച്ച എത്ര വലിയ സാക്ഷ്യമാണ്. അതിന്റെ 2-3 സാക്ഷികളെയും ഇതിനകത്ത് പറയുന്നുണ്ട്. അന്ത്രയോസ്, പത്രോസ്, നഥനയേല്. നമുക്ക് പിന്നെ ഒരു ദിവസം ചിന്തിക്കാം. ദിസ് പേഴ്സൺ, അന്ത്രയോസും പത്രോസും നഥനയേലും ഒക്കെ കണ്ടു. ഫിലിപ്പോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ അവനെ കണ്ടു. നഥനയേൽ പറയുന്ന, നീ ദൈവത്തിന്റെ പുത്രൻ, നീ രാജാവാണ് ഇസ്രായേൽ. നമുക്കൊരു ദിവസം നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പോസ് വേഴ്സ് 45 ഫിലിപ്പോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും this is Jesus the Nazarene. ഞങ്ങൾ അവനെ കണ്ടെത്തി. ന്യായപ്രമാണത്തിലും മോശയും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ
ആളിനെ, ആ പുരുഷനെ ഞങ്ങൾ കണ്ടു. We beheld this man, and it says in the law, prophets and Moses said, മോശയും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ യേശുവിനെ ഞങ്ങൾ കണ്ടു. അവനൊരു വ്യക്തിയായി ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രിയരെ, ये क्यों हमारे सामने प्रस्तुत किया है? Why this is not just a biographical writing. ഇതൊരു വെറും ജീവ ചരിത്രമല്ല. യേശു ആരാണെന്ന് കാണിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ അറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം. हमारे खुदावंद यीशु मसीह को पहचानने को अवसर खुदा ने दिया है. ഫിലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾ അവനെ കണ്ടെത്തി. നഥനിയേൽ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്. ആ നഥനിയേൽ പറയാ, റബീ, നീ ദൈവത്തിന്റെ പുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. പക്ഷെ കർത്താവിനെ ലാസ്റ്റിൽ അധ്യായം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 51-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, the heaven will open, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. So Jesus himself magnificently telling about, അവൻ തന്നെ പരിചയപ്പെടുത്തി. ഇത്രയൊന്നും അല്ല, ഞാൻ ആരാകുന്നു നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. You're going to watch the Son of God. 1000 വിശുദ്ധന്മാർക്ക് കയറി ഇറങ്ങുന്ന, സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഒക്കെ നിങ്ങൾ കാണുന്ന ഒരു സന്ദർഭം വരും. That is a prophetical revelation about Jesus. നമ്മുടെ കർത്താവായ യേശുവിനെ അറിയുവാൻ, അവൻ വചനമാണ്, അവൻ വെളിച്ചമാണ്, അവൻ ജീവനാണ്, അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്, പാപപരിഹാരം വരുത്തിയവനാണ്. हमारे खुदावंद यीशु मसीह को हम अच्छी तरह पहचानने को पवित्र आत्मा में अगुवाई देता है. പ്രിയരെ, ഈ കർത്താവിനെ അറിഞ്ഞും ഈ കർത്താവിൽ വിശ്വസിച്ചും പ്രത്യാശയോട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.